Hi friends, Assalamu alaikum. Welcome back to my channel Nachusworld of creativity. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ എന്താണ് സ്നാക്സ് റെസിപ്പി എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലേ? കിണ്ണത്തപ്പമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനായി വേണ്ടത് 2 നാഴി അരിക്ക് 2 മുട്ടയും 1 തേങ്ങയുമാണ്. ഇനി നമുക്ക് എടുത്തു വെച്ച അരി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുതിർത്താൻ വെക്കാം. ഇപ്പോൾ നമ്മുടെ അരിയെല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത തേങ്ങയും നന്നായിട്ട് ചിരകിയെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് കിണ്ണത്തപ്പത്തിലേക്കുള്ള തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് നമ്മൾ നേരത്തെ ചിരകി വെച്ച തേങ്ങ ഒരു മിക്സിയിലേക്ക് ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലെല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അരി ആട്ടിയെടുക്കാം. അതിനായി ഞാൻ മിക്സിയിലേക്ക് കുറച്ച് അരി ഇട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ വെള്ളത്തിന് പകരം തേങ്ങാപ്പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അരി ആടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 2 മുട്ടയും 5-6 ഏലക്കയും കൂടി ആഡ് ചെയ്ത് ഒന്നും കൂടി നല്ലോണം അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് 2 തവണ നന്നായിട്ട് അരിച്ചെടുക്കാം. നമ്മൾ ഇതെല്ലാം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 5 തവി പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പഞ്ചസാര ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു സ്റ്റീൽ പാത്രമാണ്. കിണ്ണത്തപ്പം പാത്രത്തിലേക്ക് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ട് കുറച്ച് ഗീ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ആവി പാത്രത്തിലേക്ക് സ്റ്റീൽ പ്ലേറ്റ് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കിണ്ണത്തപ്പത്തിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കിണ്ണത്തപ്പത്തിന് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ സ്പൂൺ കൊണ്ടോ ടൂത്ത്പിക്ക് കൊണ്ടോ ചെറുതായിട്ടൊന്ന് കുത്തി നോക്കുമ്പോൾ അതിനകത്ത് മാവ് പറ്റാതിരുന്ന ഇത് വെന്തെന്നാണ് അർത്ഥം. അപ്പോൾ ഇനി നമുക്ക് ആവി പാത്രത്തിൽ നിന്ന് കിണ്ണത്തപ്പം പുറത്തേക്ക് എടുക്കാം. നമ്മുടെ സോഫ്റ്റും ഡെലീഷ്യസുമായ കിണ്ണത്തപ്പം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.